ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് മിസ്സിന്റെ കൂടെ മക്കൾ ആരെയും കൂടി കാണുന്നുണ്ട്. രണ്ട് കുസൃതി കുരുന്നുകളെ കാണുന്നുണ്ടല്ലേ? അവരെന്താ ചെയ്യുന്നേ? അവര് ചെളിയിലും വെള്ളത്തിലും ഒക്കെ ഇങ്ങനെ കളിക്കുവാണ്. അപ്പൊ മക്കളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്റെ ഈ മക്കള് ഇങ്ങനെ ചെളിയിലൊക്കെ കളിക്കുമ്പം അവർക്ക് അസുഖം വരൂലേ? ഇനി അഥവാ അസുഖം വന്നാലോ അവർക്ക് പിന്നെ ക്ലാസ്സിൽ പോകാൻ പറ്റുമോ? പറ്റത്തില്ല അല്ലെ? അതുപോലെ അവരുടെ കൂട്ടുകാരെയും അവരുടെ ടീച്ചർമാരെയും ഒന്നും പിന്നെ അവർക്ക് കാണാൻ പറ്റൂല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ വികൃതി കളിക്കുന്ന ഈ കൂട്ടുകാർക്ക് അവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ടിപ്സ് പറഞ്ഞു കൊടുത്താലോ? റെഡിയല്ലേ? അപ്പൊ എൻ്റെ മക്കളും ഈ ഒരു ടിപ്സ് ഒക്കെ ഫോളോ ചെയ്യണം കേട്ടോ. മിസ് പറയുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ മക്കളും എന്ത് ചെയ്യണം? ശ്രദ്ധിച്ച് അതുപോലെ ചെയ്യണം. എന്നാലേ നമ്മൾ എങ്ങനെയുള്ളവരാകൂ? ആരോഗ്യമുള്ളവരാവൂ. അപ്പൊ നോക്കിയാലോ? നോക്കാവേ. ആദ്യം മക്കള് എന്ത് ശ്രദ്ധിക്കണം? ദിവസവും സോപ്പിട്ട് കുളിച്ച് ശരീരശുദ്ധി ഉറപ്പുവരുത്തണം. അതായത് രാവിലെ വൈകുന്നേരം ഒക്കെ എൻ്റെ മക്കള് കുളിക്കുന്നുണ്ടോ എന്ന് ചോദ്യം. അതാണ് സിമ്പിൾ ക്വസ്റ്റ്യൻ. കുളിക്കുന്നുണ്ടോ? രാവിലെ വൈകുന്നേരം ഒക്കെ സോപ്പൊക്കെ തേച്ച് നല്ല തണുത്ത വെള്ളത്തിലോ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലോ ഒക്കെ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? നല്ലോണം കുളിച്ച് നമ്മളിങ്ങനെ നമ്മുടെ ശരീരമൊക്കെ ശുദ്ധിയാക്കി വെക്കണം കേട്ടോ. തണുപ്പാണ് മിസ്സേന്ന് ഒന്നും പറയണ്ട കേട്ടോ. ഇനി അടുത്ത നോക്കിക്കേ. രാവിലെ എഴുന്നേറ്റാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? പല്ലൊക്കെ തേക്കണം. അതുപോലെ തന്നെ വൈകുന്നേരം നമ്മൾ ഉറങ്ങാൻ പോകുമ്പോഴും നമ്മൾ പല്ലൊക്കെ തേച്ച് ശുചിയായിട്ട് ഇരിക്കണം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണ്? നമ്മൾ ടോയ്ലറ്റിലൊക്കെ പോകത്തില്ലേ? ടോയ്ലറ്റിലൊക്കെ പോകുന്ന സമയം നമ്മൾ ബാത്റൂം ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം? നമ്മുടെ കൈയൊക്കെ സോപ്പിട്ട് കഴുകണം കേട്ടോ. നമ്മളിങ്ങനെ ബാത്റൂമിലൊക്കെ പോകുമ്പോഴേ നമ്മുടെ കയ്യിലൊക്കെ എന്തുണ്ടാവും? പല 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 ചെറിയ കീടാണുക്കളുണ്ടാവും. അപ്പൊ അതിനെയൊക്കെ നമുക്ക് തൂത്ത് കളയണ്ടേ? അപ്പൊ എന്ത് ചെയ്യണം? നമ്മളിങ്ങനെ ബാത്റൂമിൽ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മൂത്രം ഒഴിക്കാനൊക്കെ പോകുന്ന സമയം നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ സോപ്പിട്ട് നല്ലോണം റബ്ബ് ചെയ്ത് ഇങ്ങനെ ഉരസിച്ച് കളയണം. ഓക്കെ. എന്നാൽ നമുക്കിനി അടുത്ത നോക്കിയാലോ? അടുത്തതാണ് മക്കളെ, നഖം വെട്ടി വൃത്തിയാക്കണം. മക്കളെല്ലാരും മക്കളുടെ കയ്യിലേക്കൊന്ന് നോക്കിയേ. നഖമൊക്കെ നീണ്ടോ അല്ലെങ്കിൽ നഖത്തിൽ ചെളിയുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കിക്കേ. ചെളി ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? വീട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ അമ്മേനോട് പറയണം, അമ്മ എൻ്റെ നഖം വെട്ടി തായോ എന്ന് പറയണം കേട്ടോ. അല്ലാതെ നിങ്ങൾ സ്വന്തമായിട്ട് ബ്ലേഡ് ഒന്നും യൂസ് ചെയ്ത് നഖമൊന്നും വെട്ടണ്ട. ഓക്കെ അല്ലേ? അപ്പൊ എൻ്റെ മക്കളെ എല്ലാവരും സ്വന്തമായിട്ട് കൈയൊക്കെ ഒന്ന് നോക്കി, കൈയൊക്കെ ശുചിയാണോ നോക്കി, നഖമൊക്കെ നീട്ടി വളർത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നഖത്തിന്റെ ഉള്ളിലുള്ള ആ ഒരു ചെളിയൊക്കെ എന്താണ് നിങ്ങൾ കളയണം കേട്ടോ. ഇനി അടുത്തത് നോക്കിക്കേ. മഴക്കാലമാണല്ലേ? മഴക്കാലമാകുമ്പോൾ എന്താണ്? നമ്മുടെ അമ്മമാർക്കൊക്കെ അറിയാം, തുണിയൊക്കെ അലക്കിയിട്ടാലും പെട്ടെന്നൊന്നും അങ്ങ് ഉണക്കത്തില്ല ഇല്ലേ? ഉണങ്ങൂല. അപ്പൊ ഉണങ്ങാതിരിക്കുമ്പോ എന്ത് ചെയ്യും? കുറച്ചേ ഉണങ്ങിയിട്ടുള്ളൂ. അപ്പൊ ചെറിയൊരു നനവുണ്ട്. അത് സാരമില്ല എന്ന് പറഞ്ഞ് നമ്മൾ അതെടുത്ത് ഇടുവോ? ഇടരുത്. അപ്പൊ എന്താ പറയുന്നത്? കഴുകി, ഒന്ന് വായിച്ചു നോക്കി. കഴുകി ഉണങ്ങിയതും അതുപോലെ തന്നെ ടൈറ്റ് കുറവായത്, അത്യാവശ്യം കുറച്ച് ലൂസായ ഡ്രസ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യണം കേട്ടോ. അത് നിങ്ങളിപ്പം കാണുന്ന ഡ്രസ്സാണെങ്കിലും നമ്മൾ അടിവസ്ത്രമായിട്ട് ഉപയോഗിക്കുന്നതാണെങ്കിലും എന്താണെങ്കിലും നല്ല കഴുകി വൃത്തിയാക്കി ഉണങ്ങിയതായിട്ടുള്ള വസ്ത്രങ്ങൾ എൻ്റെ മക്കൾ യൂസ് ചെയ്യണം കേട്ടോ. ഇനി അടുത്തതോ, നമുക്കിപ്പം മഴക്കാലമാണെന്ന് മിസ് പറഞ്ഞു. അപ്പൊ എന്താണ്? കുറേ രോഗങ്ങൾ ഇങ്ങനെ നമ്മളെ ചുറ്റിപ്പറ്റി വരുന്നുണ്ട്. പനി വരുന്നുണ്ട്, ജലദോഷം വരുന്നുണ്ട്, ചുമയൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം കൂട്ടുകാരെ? നമുക്ക് വന്ന പനി അല്ലെങ്കിൽ നമുക്ക് വന്ന ജലദോഷം ബാക്കിയുള്ളവർക്കൊന്നും കൊടുക്കരുത്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചുമയ്ക്കുമ്പോഴും അതുപോലെ തന്നെ തുമ്മുമ്പോഴും തൂവാല കൊണ്ടോ അല്ലെങ്കിൽ മാസ്ക് ഉപയോഗിച്ചോ നമ്മൾ ഇങ്ങനെ മുഖം പൊത്തിപ്പിടിക്കണം. ഓക്കെ അല്ലേ? മക്കൾ ഇതൊക്കെ വായിക്കണം കേട്ടോ. വായിച്ചിട്ട് മക്കൾ അതുപോലെ പ്രവർത്തിക്കണം. പിന്നെ നോക്കിക്കേ, ഇപ്പൊ മിസ് പറഞ്ഞു എന്താണ്? നമ്മൾ ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിൽ നമ്മളെ കൈയൊക്കെ ശുചിയാക്കണം, നല്ല രീതിയിൽ കുളിക്കണം, പല്ലൊക്കെ വൃത്തിയാക്കണം എന്നൊക്കെ മിസ് പറഞ്ഞു. അപ്പൊ അതിനൊക്കെ നമുക്ക് എന്ത് വേണം കൂട്ടുകാരെ? വെള്ളം വേണം അല്ലേ? ഈ വെള്ളം നമ്മൾ ഇങ്ങനെ ടാപ്പൊക്കെ തുറന്നിട്ടിട്ട് പിന്നെ ആരോ ആലോചിച്ച് ഇങ്ങനെ നമ്മൾ പല്ല് തേക്കുവാന്നോ? അല്ല. ആവശ്യമുള്ളപ്പോൾ മാത്രം ടാപ്പൊക്കെ തുറന്ന്, വെള്ളമൊക്കെ അമൂല്യമാണ്, വെള്ളം കുറച്ചേ ഉള്ളൂ എന്ന് വിചാരിച്ച് ചെറിയ രീതിയിൽ അളവ് കുറഞ്ഞ് നിങ്ങൾ ടാപ്പൊക്കെ തുറന്ന് വെക്കണം കേട്ടോ. അതായത് എൻ്റെ മക്കളെല്ലാവരും, എൻ്റെ കൂട്ടുകാരെല്ലാവരും വെള്ളം സേവ് ചെയ്യണം.
പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഇതുപോലത്തെയൊക്കെയുള്ള ടിപ്സ്, ഇതുപോലത്തെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ എല്ലാ ദിവസവും പാലിക്കുവാണെങ്കിൽ നമുക്കും നല്ല ആരോഗ്യം കിട്ടത്തില്ലേ? നമ്മുടെ പരിസരവും നമ്മുടെ വീടും നമ്മുടെ കൂട്ടുകാരും ഒക്കെ എന്താണ്, ശുചിയായിട്ട് വൃത്തിയായിട്ടിരിക്കൂലേ? ഇല്ലേ? അപ്പൊ ഇതുപോലെ നമ്മൾ പാലിക്കേണ്ട കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സ് ഒക്കെ ആയിട്ട് മിസ്സിനെ അടുത്ത ക്ലാസ്സിൽ വരാം. അപ്പൊ എൻ്റെ മക്കൾ എല്ലാവരും, എൻ്റെ കൂട്ടുകാരെല്ലാവരും നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്കിവിടെ ഉള്ള ക്ലാസ്സസ് ഒക്കെ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ മിസ്സിന് ഇഷ്ടമായെങ്കിൽ, അല്ലെങ്കിൽ മിസ്സിൻ്റെ ക്ലാസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഈ ഒരു ക്ലാസ് നമ്മൾ ലൈക്കും ചെയ്യണം. അപ്പോൾ അടുത്ത ദിവസം മിസ്സിന് വരാം കേട്ടോ. ബൈ.